ഒരു മാസത്തിന് ശേഷം ഓഫീസിൽ പോയ ജിമ്മിയും ജിമ്മിയെ കാത്തിരുന്ന സുന്ദരിയായ റോസിയും തമ്മിൽ പരിചയപ്പെടുന്നു. അത് വെറുമൊരു പരിചയമായി തന്നെ നിലനിൽക്കുമോ, അതോ പുല്ലരി എന്ന ഗ്രാമത്തിൽ മുളപൊട്ടുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം 11-ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. പുല്ലരിയിൽ മഴക്കാലത്തിൻ്റെ 2-ാം ഭാഗവും ശമിച്ചു. പുല്ലരിപ്പുഴ മെലിഞ്ഞു തുടങ്ങി. വേനൽക്കാലത്തിൻ്റെ വരവ് തുടങ്ങുന്നതിന് മുൻപായി തുലാമഴ പ്രതീക്ഷിച്ച് കൃഷിക്കാർ കപ്പയും പച്ചക്കറികളും നട്ടു തുടങ്ങി. കൃഷിമേഖല ഒന്നുണർന്നു എന്നത് മറ്റു മേഖലകൾക്കും ഉണർവ് പകരുകയും ചെയ്തു. വിളവ് ലഭിക്കുന്നത് റബ്ബറിൽ നിന്നു മാത്രമാണ്. അതുകൊണ്ട് അപ്പച്ചൻ ചേട്ടൻ്റെ കടയിൽ വരുന്നത് പ്രധാനമായി ഷീറ്റ് തന്നെയാണ്. പിന്നെ ഒട്ടുപാലും. പിണ്ടിപ്പാൽ വളരെ കുറവാണ്. ഞായറാഴ്ച മാമച്ചൻ കടയിൽ വന്നിരുന്നു. അന്ന് കാട്ടുപന്നി കുത്തിയ അപകടത്തിന് ശേഷം മാമച്ചൻ കാര്യമായി വരാറില്ലായിരുന്നു. മാമച്ചനെ കാണുമ്പോൾ സാറാമ്മയ്ക്ക് നല്ല ദേഷ്യവും വരും. നേരത്തെ വലിയ കാര്യമായിരുന്നു. കെട്ടിയവനെ കൂട്ടിക്കൊണ്ടുപോയി അപകടത്തിൽ ചാടിച്ചത് അയാളാണെന്നാണ് സാറാമ്മയുടെ വിചാരം. പിന്നെ അവരെങ്ങനെ മാമച്ചനോട് പഴയ രീതിയിൽ പെരുമാറും? പോയാൽ നഷ്ടം തനിക്കും പിള്ളേർക്കുമല്ലേ. അന്ന് മാമച്ചൻ കടയിൽ വന്നത് തലേദിവസം കാട്ടിൽ പോയി കിട്ടിയ കേഴയുടെ ഇറച്ചിയുമായിട്ടാണ്. കേഴയുടെ ഇറച്ചി അപ്പച്ചൻ ചേട്ടന് വലിയ ഇഷ്ടമാണ്. അത് അടുത്ത സുഹൃത്തായ മാമച്ചന് നന്നായി അറിയാം. അതുകൊണ്ട് കിട്ടിയതിൽ കുറച്ച് അപ്പച്ചനും കൊണ്ട് കൊടുത്തതാണ്. അതിനുവേണ്ടിയാണ് ഞായറാഴ്ച വന്നത് തന്നെ. രണ്ടുപേരും കുറേ സമയം നായാട്ട് ചരിത്രം പറഞ്ഞിരുന്നു. ഇനി ഒരു തവണ കാട്ടിൽ പോകാൻ സാറാമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവൾ അറിയാതെയാണെങ്കിലും പോകണം. നായാട്ടിനോടുള്ള ഭ്രമം അപ്പച്ചനിൽ ശമിക്കാത്ത ദാഹമാണ്. ചെറിയൊരു ഉരുപ്പടിയായിരുന്നു അപ്പച്ച. കഷ്ടിച്ച് ഒരു 9 കിലോ കിട്ടി. അതിൽ തൻ്റെ വിഹിതം 3 കിലോയോളം വരും. മതിയടൂ, താനിത് കൊണ്ടുവന്നല്ലോ, അതല്ലേ വലിയ കാര്യം. 1000 രൂപയും നിർബന്ധിച്ച് പിടിപ്പിച്ചാണ് മാമച്ചനെ തിരിച്ചുവിട്ടത്. ഞായറാഴ്ച ഉച്ചവരെ മാത്രമേ കട തുറക്കാറുള്ളൂ. ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു ഉറക്കം. അത് കഴിഞ്ഞ് ചില ഞായറാഴ്ചകളിൽ കുടുംബസമേതം പോയി ഒരു സിനിമ കാണും. അല്ലെങ്കിൽ വെറുതെ പരസ്പരം മിണ്ടിയും പറഞ്ഞും ഇരിക്കും. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരുവിധം സന്തോഷകരമായ സിനിമകൾക്ക് മാത്രമേ അപ്പച്ചൻ ചേട്ടനും കുടുംബവും പോകാറുള്ളൂ. തിയേറ്ററിലെ ഓപ്പറേറ്റർ കുട്ടൻ വിവരങ്ങൾ കൊടുക്കുന്നതനുസരിച്ചാണ് പടത്തെക്കുറിച്ചുള്ള തീരുമാനം. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഉറക്കത്തിലായിരുന്നു അപ്പച്ചൻ ചേട്ടൻ. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. പോയി ഫോൺ എടുത്ത സാറാമ്മ തിടുക്കത്തിൽ വന്ന് അപ്പച്ചൻ ചേട്ടനെ വിളിച്ചു. ഒന്ന് എഴുന്നേറ്റ് വന്നേ, നമുക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം. എന്തു പറ്റിയടി? ഈ നട്ടുച്ചയ്ക്ക് എവിടെ പോകുന്ന കാര്യമാണ് നീ പറയുന്നത്? നമ്മുടെ ഡോമിനിയും മേരിയും പള്ളിയിൽ പോയി വന്ന വഴിക്ക് അവരുടെ ബൈക്ക് മറിഞ്ഞു. അവൻ ആശുപത്രിയിലാണ്. നാത്തൂനും പരിക്കുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. പരിക്ക് എങ്ങനെയുണ്ടെന്ന് വല്ലൊന്നും പറഞ്ഞോടി? കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്കൊന്ന് പോകണം. എനിക്കവനെ കാണണം. എന്നതാ പറ്റിയതെന്ന് നേരിട്ട് അറിയാമല്ലോ. അതിന് പോകാമല്ലോ. നീ റെഡിയായിക്കൂ. പിള്ളേരെയും റെഡിയാക്കിക്കൂ. സിൽവിയെ വിളിച്ച് പെട്ടെന്ന് റെഡിയാകാൻ പറ. നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. അപ്പച്ചന് സഹോദരന്മാരില്ലാത്തത് കാരണം സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ് അളിയന്മാരെ കാണുന്നത്. ഉള്ളത് പറയണമല്ലോ, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവർക്കും അളിയൻ എന്ന് വെച്ചാൽ ജീവനാണ്. അളിയന് തിരിച്ചങ്ങോട്ടും. അവർക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അപ്പച്ചന് ഉരുകും. അതാണ് ഇപ്പോഴും സംഭവിച്ചത്. കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞതാണ്. എന്നാലും സാറാമ്മയുടെയും തൻ്റെയും സമാധാനത്തിന് അവിടെ വരെ ഒന്ന് പോകണം. ഡോമിനിയെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി മടങ്ങി വരാമെന്ന് തന്നെ അപ്പച്ചൻ തീരുമാനിച്ചു.
എങ്കിലേ രണ്ടാൾക്കും ഒരു സമാധാനമാകുകയുള്ളൂ. തിടുക്കത്തിൽ തന്നെ പിള്ളേരും സാറാമ്മയും ഒരുങ്ങി. സിൽവിക്കാണെങ്കിൽ മാമൻ്റെ വീട്ടിൽ പോകാൻ നല്ല താല്പര്യമാണ്. അതുകൊണ്ട് പിടീന്ന് ഒരുങ്ങും. അപ്പച്ചൻ ജീപ്പ് ഇറക്കി കരിമണ്ണൂരിലേക്ക് വിട്ടു. സാധാരണ വേഗതയിൽ പോയാൽ തന്നെ 2 മണിക്കൂർ മതിയാകും യാത്രയ്ക്ക്. 4 മണിയോടുകൂടി അവർ ആശുപത്രിയുടെ അവിടെ എത്തി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോമിനിയുടെ കാലിൽ ഒരുവിധം നല്ല പരുക്കുണ്ട്. ഒടിവോ പൊട്ടലോ ഒന്നുമില്ല. എന്നാലും ഡോമിനിക്ക് കുറേ ദിവസം വിശ്രമിക്കേണ്ടി വരും. എന്നാ പറ്റിയതാളിയ ഇങ്ങനെയൊരു പരുക്ക് പറ്റിയത്? പരമാവധി ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കുന്നയാളാണല്ലോ അളിയൻ. ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല എൻ്റെ അളിയ. എതിർവശത്തുകൂടെ ഒരു ലോറി വന്നു. ഞാൻ സൈഡ് കൊടുത്തു. സൈഡിലുണ്ടായിരുന്ന ഒരു കല്ല് അങ്ങ് പെട്ടെന്ന് മറിഞ്ഞു. അപ്പോൾ ബാലൻസ് തെറ്റി ഞങ്ങൾ വീണുപോയി. വഴിയിൽ നിന്ന് പുറത്തേക്കാ വീണത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയുമല്ലേ പറ്റിയുള്ളൂ. ഒടിവൊന്നും വന്നില്ലല്ലോ. ഏതായാലും അത് നന്നായില്ലേ? അങ്ങനെ തന്നെയാണ് മേരിയും പറയുന്നത്. ഇത്രയുമല്ലേ പറ്റിയുള്ളൂ. ആശുപത്രിയിൽ നിന്നും അവർക്ക് നാളെ പോകാം. എന്നാലും വീട്ടിൽ പോയി വിശ്രമിക്കേണ്ടി വരും. കടയുടെ കാര്യം ചേട്ടൻ മാമച്ചൻ തന്നെ നോക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ തുറക്കാതിരിക്കേണ്ടി വരും. കണ്ടപ്പോൾ കാര്യമായി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് സാറാമ്മയ്ക്കും അപ്പച്ചനും സമാധാനമായത്. അതുകൊണ്ട് അന്ന് തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. രാത്രിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തി. തിങ്കളാഴ്ചയാണ് ജിമ്മി സാറിൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ എടുക്കാൻ ആശുപത്രിയിൽ പോകേണ്ടത്. വണ്ടി പറഞ്ഞു വച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ അവർ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. കമ്പൗണ്ടർ തോമാച്ചനും സഹായത്തിനായി വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ആശുപത്രിയിലെത്തിയാൽ എല്ലാം കഴിഞ്ഞ് ഉച്ചയോടുകൂടി തിരിച്ചെത്താം എന്ന പ്ലാനിലാണ് അവർ പുറപ്പെട്ടത്. അന്നമ്മ ചേടത്തിയും ജിമ്മിയും ശങ്കരനുമാണ് പോയത്. കൂടെ ചെല്ലണമോ എന്ന് അപ്പച്ചൻ ചേട്ടൻ ചോദിച്ചിരുന്നു. ആവശ്യത്തിന് ആളുള്ളതുകൊണ്ട് ജിമ്മി സാർ പറഞ്ഞു, വേണ്ട അപ്പച്ചൻ ചേട്ടാ, ആവശ്യത്തിന് ആളുണ്ട്. പ്ലാസ്റ്റർ എടുത്തതിന് ശേഷം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കൃത്യമായി എല്ലുകൾ കൂടിച്ചേർന്നതായി കണ്ടു. അതോടുകൂടി സമാധാനമായി. നടക്കാൻ ഇപ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അത് സാരമില്ല. എങ്കിലും കുറച്ച് ദിവസം കൊണ്ട് അതങ്ങ് മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2-3 ദിവസത്തേക്കുള്ള മരുന്ന് കൊടുത്ത് നാളെ മുതൽ തന്നെ വേണമെങ്കിൽ ഓഫീസിൽ പോകാം എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. 1 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഓഫീസിൽ പോകാൻ തയ്യാറായി ചൊവ്വാഴ്ച രാവിലെ ജിമ്മി ഇറങ്ങി. 1 മാസമായി മുടങ്ങിയിരുന്ന പതിവ് രീതികൾ ഇനി മുടക്കമില്ലാതെ തുടരാമല്ലോ. ബോറടിച്ചിരുന്ന ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരുന്നതിന് ആനന്ദമായിരുന്നു ആ മുഖത്ത്. പുതിയതായി വന്ന ആളിനെ പരിചയപ്പെടുക എന്നതിൽ കൂടുതൽ ഒന്നും ജിമ്മിയുടെ മനസ്സിലില്ലായിരുന്നു. പലരിൽ നിന്നും കേട്ടറിഞ്ഞതിൻ പ്രകാരം വളരെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനും സുന്ദരനും സുമുഖനുമായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ന് വരാൻ പോകുന്ന ജിമ്മി എന്ന് റോസി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വെറും ഒരു പരിചയപ്പെടൽ മാത്രമായിരുന്നോ അതോ അതിലുപരി എന്തോ ചിലതുകൂടി നേടാനുള്ള മോഹമായിരുന്നോ റോസിയുടെ മനസ്സ് നിറയെ? രാവിലെ ഓഫീസിൽ നിന്നും ശങ്കരൻ ജിമ്മിയുടെ വീട്ടിൽ വന്നിരുന്നു. അവിടെ വരെ നടക്കുന്നതിനിടയിൽ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയാണ് ശങ്കരൻ വന്നത്. ഏതായാലും അതൊന്നും വേണ്ടി വന്നില്ല. ജിമ്മിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയതുമില്ല. ശങ്കരൻ ഓടിച്ച ബൈക്കിൽ പിന്നിൽ കയറിയിരുന്ന് ജിമ്മി സാർ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നു. ശങ്കരൻ വണ്ടി പാർക്ക് ചെയ്തു വരുന്നതിന് മുൻപ് തന്നെ ജിമ്മി ഓഫീസിലേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടന്നു കയറി തൻ്റെ സീറ്റിലേക്ക് പോയി. റോസി മാഡം വന്നിട്ടുണ്ടായിരുന്നില്ല. അറ്റൻഡൻസ് ഒപ്പിട്ടതിന് ശേഷം ഓഫീസറുമായി അല്പസമയം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുതിയ ആൾ ഓഫീസിലെത്തി. ആദ്യമായാണല്ലോ അവർ തമ്മിൽ കാണുന്നത്. അതുകൊണ്ട് ഓഫീസർ 2 പേരെയും പരസ്പരം പരിചയപ്പെടുത്തി
പരസ്പരം ഹസ്തദാനം ചെയ്ത അവർ അടുത്തടുത്ത സീറ്റിൽ പോയിരുന്നു. തങ്ങളുടെ കമ്പ്യൂട്ടറുകൾ ഓണാക്കി. രാവിലെ തന്നെ നികുതി അടയ്ക്കാൻ കുറേ പേർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർക്ക് തണ്ടപ്പേർ നമ്പർ ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അവരുടെ തണ്ടപ്പേർ നമ്പറുകൾ കണ്ടുപിടിച്ചു കൊടുത്ത് അവരുടെ നികുതി സ്വീകരിക്കാൻ ജിമ്മിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അയാൾ അതിന് മടി കാണിച്ചതുമില്ല. അത്തരം പെരുമാറ്റമാണ് ജിമ്മിയെ കൂടുതൽ ജനപ്രിയനാക്കുന്നത്. വീട്ടിലിരുന്ന് ഫയലുകൾ നോക്കിയിരുന്നെങ്കിലും ചില കോൺഫിഡൻഷ്യൽ ഫയലുകൾ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയാത്തവ ഉണ്ടായിരുന്നു. അവ പെൻഡിങ്ങായി അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫയലുകൾ ആദ്യമേ തന്നെ നോക്കി നോട്ട് എഴുതി ഓഫീസറുടെ കയ്യിലേക്ക് സമർപ്പിച്ചു. അതിനുശേഷം സർവീസ് ബുക്കുകൾ എൻ്റർ ചെയ്യാൻ ഉണ്ടായിരുന്നത് തുടങ്ങി. കഴിഞ്ഞ മാസം ആർക്കും ഇൻക്രിമെൻ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇൻക്രിമെൻ്റ് രജിസ്റ്റർ തൊടേണ്ടി വന്നില്ല. ഈ മാസത്തിൽ ശങ്കരന് ഇൻക്രിമെൻ്റ് ഉണ്ട്. അത് പാസ്സാക്കി ഓഫീസർക്ക് കൊടുത്തു. ജിമ്മിക്ക് ഡ്യൂട്ടി ലീവിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച അപകടമായതുകൊണ്ട് വിശ്രമകാലം ഡ്യൂട്ടി ലീവായി പരിഗണിക്കേണ്ടതാണ്. KSR പ്രകാരം ജിമ്മി അപേക്ഷ നൽകി. പാസ്സാകുമോ എന്നൊരു സംശയം അപ്പോഴും ജിമ്മിക്കുണ്ടായിരുന്നു. കാരണം അപകടം ഓഫീസിന് പുറത്തുനിന്നാണല്ലോ. എന്നാലും അത് പാസ്സായി വരികയും ചെയ്തു. അത് സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്തു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ജിമ്മി വീട്ടിലേക്ക് വന്നു. അപ്പോഴും ശങ്കരൻ്റെ വണ്ടിയിലാണ് വന്നത്. രണ്ടുപേരും പിന്നീട് വീട്ടിൽ നിന്ന് തന്നെ ഊണ് കഴിച്ചു. ജിമ്മിയുടെ വണ്ടി ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനായി വൈകുന്നേരം ഡ്യൂട്ടിക്ക് ശേഷം പോകാൻ കൂടെ ചെല്ലാൻ ശങ്കരനോട് പറഞ്ഞു. തനിയെ പോകാൻ കഴിയും, എന്നാലും വണ്ടി വേണമല്ലോ. അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പോയി വണ്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരാം. വേണ്ട ശങ്കര, അല്ലാതെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഇതെനിക്ക് പറ്റുന്ന കാര്യമാണ്. അതിന് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എൻ്റെ സാറേ, ഇതൊന്നും ശങ്കരനൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും സാറിൻ്റെ ഇഷ്ടം. റോസി മാഡം ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവരികയാണ്. അവർ അവിടെ ഇരുന്ന് ഊണ് കഴിച്ചിരുന്നു. ഒഴിവ് സമയത്ത് കുറച്ച് സംസാരിച്ചു. റോസി മാഡത്തിൻ്റെ വീടെവിടെയാണ്? പെരുമ്പാവൂർ ടൗണിനടുത്ത് തന്നെയാണ്. കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമുണ്ടാകും ബസ് സ്റ്റാൻഡിൽ നിന്നും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചാച്ചനും അമ്മച്ചിയും അനിയനും. അനിയൻ പഠിക്കുകയാണോ? അവൻ MTech പഠിക്കുന്നു. കോതമംഗലത്താണ്. സർവീസിൽ എത്ര കൊല്ലമായി? നമ്മുടെ സോമൻ്റെ ബാച്ചാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. സർവീസിൽ 4 കൊല്ലമാകുന്നു. സോമൻ സാറിൻ്റെ ബാച്ച് തന്നെയാണ് എന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് കുറേ പേരുണ്ടായിരുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെ? ഇഷ്ടപ്പെട്ടോ? സുഖമല്ലേ? താമസമൊക്കെ സുഖമാണ്. ഭക്ഷണവും നല്ലതാണ്. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും നോക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യും എന്നതിൽ കവിഞ്ഞ് കൂടുതലായി ഒരു പ്രത്യേകതയും അവരിൽ ജിമ്മിക്ക് തോന്നിയില്ല. പക്ഷേ റോസി മാഡത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നോ? സംശയമുണ്ട്. പരമാവധി നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ചിലപ്പോൾ കുറവുകൾ കാണും. നിങ്ങളത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകളെങ്ങാനും ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ നന്നായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.